ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഒരു പകുതി സർക്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കോൺ ഷേപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലുള്ള കോൺ ഷേപ്പ് വേണോ അതിനനുസരിച്ച് ആ സർക്കിളിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനതവിടെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് റോൾ ചെയ്ത് കോണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കോൺ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പിസ്താഷ്യയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ പിസ്താഷ്യയിലും ഈ കോൺ ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ലെയർ ആയിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലൈൻ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലൈൻ ഒട്ടിച്ചു കൊടുക്കുമ്പം രണ്ട് പിസ്താഷ്യലിൻ്റെ ആ ഇടയിൽ വരുന്ന രീതിയിൽ വേണം അടുത്ത പിസ്താഷ്യൽ ഒട്ടിച്ചു കൊടുക്കാൻ, സെക്കൻഡ് ലൈനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ കോൺ ഷേപ്പ് മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പിസ്താഷ്യൽ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പിസ്താഷ്യലിൻ്റെയും അറ്റത്ത് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ പിസ്താഷ്യലിലൊന്നും ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തെർമോക്കോൾ ബോൾ എടുത്ത് റെഡ് കളർ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേപ്സിൻ്റെ തണ്ടുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് ചെറിയ ബെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക. അതേപോലെ ക്രിസ്മസ് ബോളുകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ആ ഗ്രേപ്സിൻ്റെ തണ്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഗ്രേപ്സിൻ്റെ തണ്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ റെഡ് കളർ തെർമോക്കോൾ ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തെർമോക്കോൾ ബോൾസാണ് ഇപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വലിയ തെർമോക്കോൾ ബോൾസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റാറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കൂ കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.